ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് തക്കാളി വാട്ടിയതാണ്. അതിനായിട്ട് ഞാൻ 4 തക്കാളി എടുത്തിട്ടുണ്ട്. ഈ തക്കാളി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായി. വീട്ടിലുണ്ടായ തക്കാളിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല നാടനായിരിക്കുമ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടാവും. അതിനായിട്ട് ഈ തക്കാളി ഞാൻ കഴുകി എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ഞെട്ടൊക്കെ കളഞ്ഞത് കട്ട് ചെയ്തെടുക്കാം. ഉണ്ടോ, നാടൻ തക്കാളി ആകുമ്പോൾ ടേസ്റ്റ് കൂടും. നമുക്കിനി ഇത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിലുണ്ടായ സാധനം നമുക്ക് നല്ല സന്തോഷമായിരിക്കുമല്ലോ. നമുക്കിത് മുറിച്ച് ഞാൻ കാണിച്ചു തരാം. നാടൻ കണ്ട എല്ലാം ഞാൻ ചെറുതായിട്ട് മുറിച്ചെടുക്കട്ടെ കേട്ടോ, ചെറിയ പീസുകളായിട്ട്. ഞാനിതൊന്നൊരു പീസ് എടുത്ത് കഴിക്കണം. നമ്മൾ വീട്ടിലുണ്ടായതല്ലേ, ഫ്രഷ് അല്ലേ. അപ്പോൾ നമുക്കൊന്ന് കഴിച്ചു നോക്കാം. അത് തിന്നട്ടാ. ചെറിയൊരു മധുരവും നല്ല പുളിയുണ്ട്. നാടൻ തക്കാളി ആകുമ്പോൾ പുളി ഉണ്ടാവും. അതാണ് തക്കാളി വാട്ടാന്ന് വിചാരിച്ചത്. നമുക്കിത് ചെറുതായിട്ട് മുറിച്ചെടുക്കുക. ഇതെല്ലാം തക്കാളി എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനായിട്ട് ഒരു വലിയ സവാളയുടെ ഞാൻ പകുതി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. 2 പച്ചമുളകും, എരിവുള്ള പച്ചമുളക് 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അരിഞ്ഞെടുക്കാം. സ്ലൈസ് ചെയ്ത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഏത് ഷേപ്പിലാണെങ്കിലും അരിയാം. ഞാനിങ്ങനെ അരിഞ്ഞെടുത്തിരിക്കണം. നമുക്കിനി പച്ചമുളക് കട്ട് ചെയ്യാം. 2 പച്ചമുളകും കട്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. സവാള സ്ലൈസ് ചെയ്തിട്ടുണ്ട്. തക്കാളി മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ചട്ടി വെക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കിനി ആവശ്യാനുസരണം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് കടുക് പൊട്ടിക്കണവർക്ക് പൊട്ടിക്കാൻ, ഞാൻ പൊട്ടിക്കാറില്ല. ഇവിടെ ഇഷ്ടമല്ല മക്കൾക്ക് കടുക് പൊട്ടിക്കണേ. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. സവാള അധികം വാടണ്ട. നമുക്ക് അല്പം കറിവേപ്പില കൊടുക്കാം. സവാള ഇത്രയും വാടിയാൽ മതി കേട്ടോ. ഇതിനകത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. ഈ തക്കാളിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇതല്പം എരിവിന് വേണ്ടി അല്പം മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കണ്ടെങ്കിലും വേണ്ട, ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാൻ അല്പം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളകിൻ്റെ എരിവ് മാത്രമല്ലേ ഉള്ളൂ. അപ്പം എനിക്ക് ഇത്ര എരിവ് ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ അല്പം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ. തക്കാളിയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വന്നിരിക്കുന്നുണ്ടല്ലേ. നല്ല കളർ. നമ്മുടെ വീട്ടിലുണ്ടായ നല്ല ഫ്രഷ് തക്കാളി കണ്ട. കടയിൽ നിന്നൊക്കെ കുടിച്ച ചില സമയത്ത് കളർ ഇളകിയ പോലെ തോന്നും. എനിക്ക് വീട്ടിലുണ്ടായിട്ടാണ്ടോന്ന് അറിയില്ല കേട്ടോ. തക്കാളിയൊക്കെ മേടിക്കുമ്പോൾ തക്കാളി ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. തക്കാളി വാട്ടിയത്, ഇതിൻ്റെ കൂടെ ഒരു മുട്ട വറുത്തതോ ഒരു ചമ്മന്തി, വേറെ എന്തെങ്കിലും ഒരു കറി ഉണ്ടെങ്കിൽ ധാരാളം. ഇത് തന്നെ മതി. എനിക്ക് ഇതായത് മാത്രം മതി കറി ചോറിന്. വേറെ ഒന്നും വേണ്ട. ഇനി ചെറുതായിട്ടൊന്ന് വാടി വരട്ടെ കേട്ടോ. ഒരു 2 മിനിറ്റ് ആയുള്ളൂ തക്കാളി വാറ്റിയത് റെഡി ആയിട്ട്. എനിക്ക് ഈ തക്കാളി നമുക്ക് കടയിൽ നിന്ന് മേടിക്കുന്ന തക്കാളി തമ്മിലൊരു വ്യത്യാസം തോന്നി. കടയിൽ നിന്ന് മേടിക്കുമ്പോൾ ഇതേപോലെ ഞാൻ വാട്ടി നോക്കാറുണ്ട്, സ്ഥിരം വാട്ടാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നാറ് കുറച്ചധികം സമയം എടുക്കാറുണ്ട് വാട്ടാനായിട്ട്. ഇത് 2 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ വീട്ടിലുണ്ടായ നാടൻ തക്കാളി പെട്ടെന്ന് വാടി കിട്ടി കേട്ടോ. നല്ല വെന്ത് അലന്ന് വന്ന്. അതുപോലെ നല്ല ടേസ്റ്റ് ഉണ്ട്. ആ ചെറിയ പുളിപ്പും ഒക്കെ നല്ല നാടൻ തക്കാളിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ ഉപ്പൊക്കെ കറക്റ്റാണ് കേട്ടോ. ഉപ്പും എരിവൊക്കെ. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഓവറായിട്ട് വെന്തുടഞ്ഞു പോകണ്ട. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി വാട്ടിയത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ബൈ.